Hello everyone, welcome to another edition of Basic Level Training Program for Choir Directors. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് റിഹേഴ്സൽ പ്ലാനിംഗ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ പറഞ്ഞത് ഒരു പ്രോഗ്രാമിന് എത്ര പാട്ട് നമ്മൾ സെലക്ട് ചെയ്യണമെന്നും ആ പാട്ടുകൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ പ്ലാനിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിന് കുറേയേറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. പലപ്പോഴും ഞായറാഴ്ച പ്രാക്ടീസിന് വേണ്ടി പാട്ട് അന്വേഷിക്കുന്നത് ശനിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പെഷ്യൽ സർവീസിൻ്റെ ഇമ്പാക്റ്റ്, സ്പെഷ്യൽ സർവീസിൻ്റെ ഭംഗി കുറഞ്ഞു തന്നെ ഇരിക്കും. അതുകൊണ്ട് ദയവായി പാട്ടുകൾ നേരത്തെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പാട്ടുകളും സെലക്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് സോങ്സ് ഷുഡ് ഓൾവേസ് ബി സെലക്റ്റഡ് മച്ച് ബിഫോർ പ്രാക്ടീസസ്. നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊരു ധാരണയായി. എത്ര പാട്ടുകൾ വേണ്ടി വരുമെന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. എക്സിസ്റ്റ് ചെയ്ത, അതായത് നമ്മൾ സെലക്ട് ചെയ്ത പാട്ടുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ എത്ര പ്രാക്ടീസ് ഓരോ പാട്ടിനും വേണ്ടി വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഉദാഹരണത്തിനായിട്ട് 10 പാട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്രോക്സിമേറ്റ്ലി 3 പ്രാക്ടീസ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ 10 പാട്ട് പഠിപ്പിക്കാനായിട്ട് നമുക്ക് 30 പ്രാക്ടീസ് വേണ്ടി വരും. ആഴ്ചയിൽ 2 പ്രാക്ടീസ് വെച്ചാണെങ്കിൽ ഏകദേശം 3.5 മാസം എടുക്കും നമുക്ക് ഈ പറയുന്ന പാട്ടുകൾ പഠിക്കുവാനായിട്ട്. ഉദാഹരണത്തിന് നമ്മൾ 10 പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു പാട്ടിന് 3 പ്രാക്ടീസ് വെച്ച് വേണ്ടി വരികയാണെങ്കിൽ 10 പാട്ടിന് നമുക്ക് 30 പ്രാക്ടീസ് വേണ്ടി വരും. 30 പ്രാക്ടീസ് സാറ്റർഡേയും സൺഡേയും നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ 4 മാസം എടുക്കും നമുക്കത് പഠിക്കാനായിട്ട്. അപ്പോൾ ഓരോ പ്രാക്ടീസും എന്നാണെന്നും ഏത് പാട്ടാണ് അന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കണം. ഞാൻ ബാംഗ്ലൂരിലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവർ നമ്മളുടെ പ്രാക്ടീസ്, അതായത് കാരൽ സർവീസിൻ്റെയോ അതിലേതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 4-5 മാസത്തെ ഷെഡ്യൂളാണ് നമുക്ക് തരുന്നത്. അതായത് ഇന്ന ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഇന്ന പെർട്ടിക്കുലർ പാട്ടാണ്, അതിൻ്റെ ഈ പോർഷൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് വരെ അവർ നോട്ട് ചെയ്ത് നമുക്ക് തന്നിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് പ്രാക്ടീസിൻ്റെ കൂടെ നമുക്ക് റിഹേഴ്സലിന് 2-3 പ്രാക്ടീസ് വേണ്ടി വരികയാണെങ്കിൽ അതും കൂടെ ചേർത്തായിരിക്കും നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫൈനൽ പ്രാക്ടീസസ് വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രാക്ടീസസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ ഒരു മിനിമം 3 റിഹേഴ്സലിൻ്റെ ടൈം കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗായക സംഘത്തിനോട് പറയാം നമ്മൾ ഇത്ര പ്രാക്ടീസ് കൊണ്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ സർവീസ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിലൊരു 80% പ്രാക്ടീസുകൾ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രം സ്പെഷ്യൽ സർവീസ് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് നമുക്ക് പറയാം. ഞാനിതിപ്പം പറഞ്ഞെങ്കിലും ഓരോ ഗായക സംഘത്തിന് അതിൻ്റേതനുസരിച്ച് തീരുമാനമെടുക്കാം. പ്രാക്ടീസിന് വരുന്നവരെ, ജെനുവിനായിട്ട് പ്രാക്ടീസിന് വരുന്നവരെ നമ്മൾ അംഗീകരിക്കുകയും പ്രാക്ടീസിന് സ്ഥിരമായിട്ട് വരാത്തവരെ നമ്മൾ പാടിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ പ്രോബ്ലം വരും. അത് ഓരോ സഭയിലും ഓരോ പള്ളിയിലും അത് മാറിയിരിക്കും. ഈ തീരുമാനം ഓരോ ഗായക സംഘത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് ക്വയർ ഡയറക്ടറിന് എടുക്കാവുന്നതാണ്. ജെനുവിനായി പ്രാക്ടീസിന് അറ്റൻഡ് ചെയ്യുന്നവരെയും ജെനുവിനായിട്ട് വരാത്തവരെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. രണ്ടുപേരെയും ഒരേപോലെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാവരും പ്രയാസപ്പെട്ട് തന്നെയാണ് പ്രാക്ടീസ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ വാല്യൂ ചെയ്യുക തന്നെ വേണം. അതിനുശേഷം നമ്മൾ ഓരോ റിഹേഴ്സലും പ്ലാൻ ചെയ്യണം. സമയത്തിന് തന്നെ പ്രാക്ടീസ് തുടങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 4 മണിക്ക് പ്രാക്ടീസ് പറഞ്ഞാൽ കഴിവുള്ളിടത്തോളം 4 മണിക്ക് തന്നെ തുടങ്ങണം. ഒരിക്കൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ക്വയറിൽ അവർക്ക് ഫോർ എക്സാമ്പിൾ 4 മണിക്കാണ് അവരുടെ പ്രാക്ടീസ് ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ 3:45 മുതൽ 4 മണി വരെ അവർ നമുക്ക് അസംബ്ലി ടൈം പോലെ, അതായത് നമുക്ക് വരാനായിട്ടുള്ള സമയം, നമ്മുടെ അറൈവൽ ടൈമായിട്ട് പറഞ്ഞിരുന്നു. കൃത്യം 4 മണിക്ക് അവർ പ്രാക്ടീസ് ആരംഭിക്കുമായിരുന്നു. ഞാൻ ആ ക്വയറിൽ നിന്ന് പഠിച്ചൊരു കാര്യം, കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാക്ടീസ് കൃത്യസമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈവൻ ഇഫ് വി സ്റ്റാർട്ട് ലേറ്റ്, മേക്ക് ഷുവർ ടു എൻഡ് ഓൺ ടൈം. ആ കറക്റ്റ് സമയത്ത് തന്നെ അവസാനിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഗായക സംഘത്തോട് പറയാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന അത്രയും ജോലി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, കാരണം അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിവുള്ളിടത്തോളം പ്രാക്ടീസ് നമ്മൾ സമയത്തിന് ആരംഭിക്കുകയും സമയത്തിന് തന്നെ അവസാനിപ്പിക്കുകയും വേണം. ക്വയർ നമ്മൾ പ്രാക്ടീസ് ആരംഭിക്കുന്ന സമയത്ത് സെക്ഷൻ ലീഡേഴ്സിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അവർ പള്ളിയുടെ പല ഭാഗത്തായിട്ട് അവരുടെ ഗ്രൂപ്പിനെയും കൊണ്ടുപോയി ഈ പാട്ട് റിഹേഴ്സ് ചെയ്യുകയും വേണം. ഓരോ പ്രാക്ടീസിൻ്റെയും ഡ്യൂറേഷൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരിക്കണം. ഒരുപാട് നീണ്ട പ്രാക്ടീസും ഒരുപാട് ഷോർട്ടായിട്ട് ചെറിയ പ്രാക്ടീസും നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രയോജനം ചെയ്യുകയില്ല. 1.5 മുതൽ 2.5 മണിക്കൂർ വരെയുള്ള സമയം നമുക്ക് പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കാം. എത്ര ലോങ് ആയിരിക്കണം എന്നുള്ളത് ഓരോ ക്വയർ ഡയറക്ടറും സൗകര്യമനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഏതൊക്കെ പാട്ടുകളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ലൈബ്രറിയനെ അറിയിച്ചിരിക്കണം. അദ്ദേഹം ആ പാട്ടുകളുമായി വന്ന് അത് റെഡിയായിട്ട് ക്വയറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റെഡിയായിട്ട് വേണം അദ്ദേഹം വരാൻ.
ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസിന് ചെല്ലുന്ന സമയത്ത് റെഡി ആയിരിക്കണം. ഇൻസ്ട്രുമെൻറ്റ്സ് റെഡി ആയിരിക്കണം. വേറെ ഏതെങ്കിലും രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും പ്രാക്ടീസിന് മുമ്പ് റെഡി ആയിട്ടിരിക്കണം. നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം 2 മണിക്കൂർ അടുത്ത് വരുന്ന ഒരു പ്രാക്ടീസിൻ്റെ ഷെഡ്യൂളാണ്. അതിലൊരു ഇൻട്രൊഡക്ഷൻ നമ്മളൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. വാമപ്സ് ഒരു 20 മിനിറ്റ് ഉണ്ട്. 3 സോങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാം 20 മിനിറ്റ് വെച്ചാണ്. ഇടയ്ക്ക് റിതം സ്കിൽസും സൈറ്റ് റീഡിങ് സ്കിൽസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു ക്ലോസിംഗ് സെഷൻ ഒരു 5 മിനിറ്റ്സും പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 110 മിനിറ്റ്. ഇതുപോലെ ഒരു പ്ലാൻ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകണം. ഈ പറഞ്ഞ പ്ലാൻ പോലെ തന്നെ എല്ലാ മിനിറ്റിലും നമുക്ക് പ്രാക്ടീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് കുറച്ച് ബഫർ ടൈം, കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബാക്കപ്പ് ടൈം നമുക്ക് വെക്കാം. എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പാട്ട് പഠിച്ച് തീരുകയില്ല. അതുകൊണ്ട് റിഹേഴ്സൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്കഷൻസ് നമ്മുടെ റിഹേഴ്സലിന് ഇടയ്ക്ക് കയറി വരാതെ അത് അവസാനത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ക്വയർ ഡയറക്ടർ ശ്രദ്ധിക്കണം. പാട്ട് പഠിക്കുന്ന കൂട്ടത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ചില പാട്ടുകൾ നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീരും, ചില പാട്ടുകൾക്ക് കൂടുതൽ സമയം വേണം. അങ്ങനെയാകുമ്പോൾ ഏത് പാട്ടാണോ കൂടുതൽ സമയം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വേണം വരാനായിട്ട്. പ്രാക്ടീസ് ആരംഭിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി നൈസ് ഇഫ് യു ക്യാൻ ലേൺ ദ ന്യൂ മെറ്റീരിയൽ ഫസ്റ്റ്. പുതിയ പാട്ടുകൾ ആദ്യമേ പഠിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. കാരണം പ്രാക്ടീസിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ക്വയറിൻ്റെ അറ്റൻഷൻ കുറയും. അതുകൊണ്ട് പുതിയ പാട്ടുകൾ എപ്പോഴും ആരംഭത്തിൽ പഠിക്കണം. പ്രാക്ടീസിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ പഠിച്ച മെറ്റീരിയൽ നമുക്ക് റിവ്യൂ ചെയ്യാം, പഴയ പാട്ടുകൾ നമുക്ക് റിഹേഴ്സ് ചെയ്യാം. ക്വയർ ഡയറക്ടർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, പാർട്ട് ലീഡേഴ്സ് പഠിപ്പിച്ചിരിക്കുന്ന പോർഷൻസ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. ക്വയർ ഡയറക്ടർ നിർബന്ധമായും അവർ പാട്ട് പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെ പോയി അതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവാം. അത് പരിചയക്കുറവ് കൊണ്ട് ഒരുപക്ഷെ വന്നതായിരിക്കാം. അത് നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് പോവുകയും വേണം. കഴിവുള്ളിടത്തോളം സ്നാക്സ് പ്രാക്ടീസിന് ശേഷം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ക്വയറിന് സോഷ്യലൈസ് ചെയ്യുകയും പിന്നെ അതിനുശേഷം വീട്ടിലേക്ക് പോകാനും സാധിക്കും. പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് അത്രയും സമയം നഷ്ടപ്പെടുകയും തിരിച്ച് റീഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. This is the end of this video. Thank you.